ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ അല്ലുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ ഡിസംബർ 28 ആയിരുന്നു. ഇന്ന് ജാനുവരി 23 ആയി. എന്നാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും വീഡിയോ ഇന്നെങ്കിൽ ഇന്നിടാണ്. സോ നമുക്ക് ആദ്യം തന്നെ മേക്കപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അല്ലുവിന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഞാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വരുന്നത്. ആകെ കലങ്കൊലയിൽ കിടക്കണം. സോ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ള അല്ലുവിനെ കാണാൻ ഇനി നോക്കട്ടെ. ഫേസ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐ ഷാഡോ. എനിക്കിഷ്ടമുള്ള കളർ ഇതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. കണ്ണ് തുറക്കാണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊക്കെ തുറന്നുകൊണ്ട് എടുക്കുന്നേ സ്റ്റെപ്പ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ അല്ലുവിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. സോ ഞാനാണ് മേക്കപ്പ് ചെയ്തത്. എന്നെ കൊണ്ട് പിന്നെ അത്ര ഞാൻ നല്ല രീതിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. This is my last step. Yes. അങ്ങനെ അല്ലുവിൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അല്ലുവിനെ ഫ്ലവറൊക്കെ കൊടുത്തിട്ടായിരുന്നു വെൽക്കം ചെയ്തത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ അല്ലുവിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. സോ ദിസ് ഈസ് അലീസാസ് ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് അവൾക്ക് ഡ്രീം കേക്ക് വേണമെന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞത് സാധാ കേക്ക് മേടിക്കില്ലോ, ഡ്രീം കേക്ക് മേടിക്കില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ഞെട്ടലാണ് ഇപ്പോൾ തന്നെ കണ്ടത്. ആൻഡ് ഇത് ചച്ചുമാമ്മയുടെ ഷെക്കുൻ്റെ സർപ്രൈസ്, എൻ്റെ സർപ്രൈസ്, അങ്ങനെ എല്ലാവരുടെയും സർപ്രൈസ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എണ്ണി നോക്കാണ്. അപ്പോൾ എത്ര ഗിഫ്റ്റായി? കേക്ക് കുറിക്കവാ. അതൊക്കെ പിന്നെ പൊട്ടിക്കുക. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്കൊക്കെ തുറന്നു. ആൻഡ് അല്ലുവിൻ്റെ ഹെയർ അഴിച്ചിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, അല്ലുവിനെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഭയങ്കര ഭംഗിയാണ്. സാരി എടുക്കുമ്പോൾ അവൾക്ക് നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിട്ടെങ്കിൽ ഡബിൾ ഭംഗി തോന്നി. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൻഡ് ഡ്രീം കേക്ക് ഓക്കെ ആയിരുന്നു ഗൈസ്. ഒരു 100ൽ നമുക്ക് 30-50 മാർക്ക് കൊടുക്കാം. കാരണം മുകളിൽ നല്ലോണം കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലായിരുന്നു. നമ്മൾ കൊക്കോ പൗഡറൊക്കെ ഇടുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരിത്തിരി അത്ര മതി. പക്ഷെ ഇത് ഭയങ്കര ഓവറായിപ്പോയി കൊക്കോ പൗഡർ. രസമില്ലാന്നല്ല, രസമുണ്ടായിരുന്നു. എന്നാലും ഓക്കെ. ഇക്കൊക്കെ അല്ലും കൂടെ തല്ലൂടണം ഗൈസ്. നീ കണ്ടോണ്ടിരിക്കുന്നതല്ല, കേട്ടോണ്ടിരിക്കണത് കേട്ടോ. ഞാൻ അല്ലു വെള്ളമൊക്കെ കുടിച്ച് ആകതായിട്ട് നിൽക്കാണ്. ഞാൻ നെക്സ്റ്റ് കാണാൻ പോണത് ഇക്കക്കാട് ഗിഫ്റ്റാണ്. ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ വരുന്ന അധികം ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് അവള് അപ്പം തന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് തിന്നാൻ പറ്റുള്ളൂ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഗിഫ്റ്റ് ഒട്ടിക്കാം. ചച്ചുമാമന്റെ ഗിഫ്റ്റാണ്. എന്താണ്? ഇതും ഷെക്കുട്ടി ഗിഫ്റ്റാണ്. ഇതും വെച്ച് ഗിഫ്റ്റാണ്. ഇതും വെച്ച് ഗിഫ്റ്റാണ്. ഓക്കെ, 1000 ഇതിന്റെ കാശ് കൊടുക്കുന്നു. ഗിഫ്റ്റാണ്. ഫോട്ടോ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പൊ ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഫസ്റ്റ് തന്നെ. ഇത് ഗിഫ്റ്റാണ് എൻ്റെ ഉമ്മച്ചിന്. സത്യം പറഞ്ഞാൽ ഇത് ഉമ്മച്ചി ഗിഫ്റ്റായി സർപ്രൈസ് ആയി തരാമെന്ന് വെച്ചാണ്. പക്ഷെ ഓർഡർ എഴുതുന്നെന്നും പറഞ്ഞിട്ട് വിളിച്ചാണ്. ഞാൻ അപ്പോൾ കണ്ട് മേടിച്ച് വെച്ചിട്ടാണ്. നമുക്ക് ചെയ്യാനോ നിൽക്കാൻ ലേറ്റാണ്. തിരിച്ച് വേറെ ഭാഗം തിരിച്ച് മതി. അപ്പോൾ ഇതാണ് ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. ബട്ട്
ഐ വിൽ ഷോ ഇറ്റ് ലാസ്റ്റ്. ശരി, ഞാനത് ലാസ്റ്റ്. നെക്സ്റ്റ് എൻ്റെ ഷെക്കുട്ടീനാണ്. ടു മൈ അല്ലൂസ്, ലവ് യുവർ ഷെക്കു. ഓക്കെ, ഗൈസ്, അപ്പോൾ എനിക്ക് 10 ഗിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് എലിഫന്റ് ആൻഡ് ദ മൈസ്. ദ എലിഫന്റ് ആൻഡ് ദ മൈസ്. ഗൈസ്, ഇനി എൻ്റെ ഗിഫ്റ്റാണ്. ഇനി എൻ്റെ ഇഷ്ടത്തന്നെ ഗിഫ്റ്റാണ്. എന്താണ്? നെക്സ്റ്റ് നമുക്ക് കട്ടുകളാണ്. ടു അല്ലൂസ് വിത്ത് ലവ് ചച്ചുമാമ. എൻ്റെ ചച്ചുമാമയുടെ ഗിഫ്റ്റാണ് ഗൈസ്. ചച്ചുമാമയുടെ ഗിഫ്റ്റാണ് 1000 രൂപ. ഇതെൻ്റെ ഉമ്മച്ചിൻ്റെ ഗിഫ്റ്റാണ്. അല്ലുവിന് ഇങ്ങനത്തെ ഒരു ലാമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ കഥ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? യെസ് യെസ് യെസ്. കുറച്ച് പണിയാ, ഞാൻ പിടിച്ചിട്ടതാ. നോക്കാം ഞാൻ. അതങ്ങനെ പൊട്ടിക്കണ്ട, തിരിക്കി ഇവിടെ. ഓക്കെ ഓക്കെ. ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ, നീലൈറ്റ്. ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തുറന്ന് ഇത് തുറക്കണം. ഇതില് എന്നിട്ട് ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നോക്കുക ഗൈസ്. ഇതിങ്ങനെയാണ് നമ്മൾ വെക്കണ്ടേ, ഇവിടെ ഈ ഭാഗത്ത്. എന്നിട്ട് ഇങ്ങനെ തിരിക്കുക, അപ്പൊ ഇത് പോരില്ല. എന്നിട്ട് ആ ക്യാൻഡിലുള്ളിലുള്ള ലാസ്റ്റ് ഗിഫ്റ്റ് എടുക്കാം. നിന്റെ തന്നെ യെല്ലോയും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കട ഗിഫ്റ്റ് ആണ്. യെല്ലോ യെല്ലോ യെല്ലോ. നിക്ക് കട ഗിഫ്റ്റ്, കട ഗിഫ്റ്റ് എടുത്തല്ലോ ഗൈസ്. എൻ്റെ ബിഗ്ഗസ്റ്റ് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമായ ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് നല്ല ഇഷ്ടമായ ഗിഫ്റ്റ് ഉണ്ട്. അയാൾപ്പെടുത്തുന്നത് സൈഡ് ചിരിക്കല്ലേ? എൻ്റെ ഗിഫ്റ്റാണ് ഗൈസ്. ഈ ഫുള്ള് എനിക്കാ. അതെന്താ കണ്ടാലെന്ന് ഫുള്ള് എനിക്കാണ്. എന്നിട്ട് ഇക്കൊക്കെ ഫുള്ള് എനിക്കാണ്. പക്ഷെ എൻ്റെ ഇക്കൊക്കെ ഇപ്പൊ പറയും, ആ നടുവിലത്താക്കി എടുത്തോ, നീ എടുത്തോ, ബാക്കിയുള്ള എനിക്ക്. ഞാൻ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അത് അയാൾ മാത്രമാണ്. അയാളുടെ അനുവാദം ഉണ്ടായാൽ മാത്രമേ മിഠായി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പറ. അതിന്റെ പറ. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. നമ്മൾ ഇതിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇക്കടെ ഗിഫ്റ്റിന്ന് ചോക്ലേറ്റ്സ് എടുക്കുന്നു. എല്ലാം എടുക്കണ്ട കേട്ടാ. കുത്തിച്ചേക്കാ എല്ലാം എടുക്കണ്ട, ഭംഗി പോവുതിന്റെ. ഒരെണ്ണം വിചാരിച്ചിരിക്കുന്നു. ആ ബൊക്കയുടെ സാധനം എനിക്ക് വേണം കേട്ടാ. ഈ ബൊക്ക എനിക്കാണ്. പക്ഷികൾ പറക്കുമ്പോൾ അവ ആകാശത്തിൽ പാടുകൾ വീട്ടാറില്ല.
തൊന്നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് 500 1000 അപ്പം 1000 അപ്പോൾ ദാറ്റ്സ് മൈ ചച്ചമാമാസ് ഗിഫ്റ്റ്. താങ്ക് യു കാട ഗിഫ്റ്റ് എടുത്തു. അപ്പോൾ ഗൈസ് അതൊക്കെ തന്നെ നമ്മുടെ അല്ലുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോയിലുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.